നമസ്കാരം, എല്ലാവർക്കും കേരള റെസിപ്പിയിലേക്ക് സ്വാഗതം. ഞാൻ ബീന വിജയൻ. നമുക്കിന്ന് ഓണം വിഭവമായ പൈനാപ്പിൾ പച്ചടി, മധുര പച്ചടി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. നല്ല പഴുത്ത പൈനാപ്പിൾ ഒരു ബൗള്, അതുപോലെ തന്നെ തേങ്ങ, ആവശ്യത്തിന് വെളിച്ചെണ്ണ, 2 പച്ചമുളക്, ചെറിയൊരു കഷ്ണം ഇഞ്ചി, പിന്നെ അല്പം ജീരകം വേണം, പിന്നെ അല്പം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കടുക്, ഇത് കുറച്ച് മുന്തിരി. ഇത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. മധുരപ്പച്ചടിയാണല്ലോ, മധുരത്തിന് ഇവിടെ പഞ്ചസാരയാണ് ഇടുന്നത്. അതല്ല ശർക്കര ഇടാനാണ് ഇഷ്ടമെങ്കിൽ ശർക്കര ഇടാം. ഇവിടെ ഞാൻ പഞ്ചസാരയാണ് ഇടുന്നത്. ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. നമ്മൾ കുക്കറിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്, പെട്ടെന്ന് ഉണ്ടാക്കാനുള്ള എളുപ്പത്തിന്. പൈനാപ്പിൾ അരിഞ്ഞത് കുക്കറിലേക്ക് ഇട്ടു. അതിലേക്ക് വേകാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം അതിലേക്ക് കുറച്ച് ഒരു കളറിന് വേണ്ടിയിട്ടാണ് കുറച്ച് മുളക് പൊടി, അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ് ഇട്ടു, അതുപോലെ 2 കറിവേപ്പില. ഇത് അടച്ച് ഇതൊന്ന് ഒരു വിസിലടിക്കട്ടെ. നമ്മുടെ കുക്കറിൽ ഒരു വിസിലടിച്ചു, അതിന്റെ പ്രഷറെല്ലാം പോയി. നമുക്കിത് തുറന്നു നോക്കാം. ഇത് നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളൊരു അരപ്പ് തയ്യാറാക്കിയിരുന്നു. ഇതിലേക്ക് തേങ്ങ, അല്പം ജീരകം, ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി, അതുപോലെ തന്നെ പൈനാപ്പിളിൽ നിന്ന് ഇതുപോലെ 2 സ്പൂൺ പൈനാപ്പിൾ എടുത്ത് ഇതിന്റെ കൂടെ അരച്ചിട്ടുണ്ട്. ഒരു പച്ചമുളകും ചേർത്തിട്ടുണ്ട്. ഇത്രയും നല്ല രീതിയിൽ പേസ്റ്റ് ആക്കിയതാണ്. തേങ്ങ, ജീരകം, അല്പം ഒരു കഷ്ണം, ഒരു പേരിനൊരു കഷ്ണം ഇഞ്ചി, പിന്നെ ഇതിന് 2 സ്പൂൺ പൈനാപ്പിള്, ഒരു പച്ചമുളക്. ഇത് നല്ല രീതിയിൽ അരച്ചു. ഇനി ഇതിലേക്ക് മധുരത്തിനായിട്ട് ഇത് വെന്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ പഞ്ചസാര ഇടാൻ പറ്റുള്ളൂ. ഇതിന് പൈനാപ്പിളിന് നല്ല മധുരമാണെങ്കിൽ പഞ്ചസാര കുറച്ചിട്ടാൽ മതി. ഇപ്പൊ ഒരു 4 സ്പൂൺ പഞ്ചസാര ഇടുകയാണ്. സാധാരണ എല്ലാവരും ശർക്കരയാണ് ചേർക്കുന്നത്, ഞാനിവിടെ പഞ്ചസാരയാണ് ഇടുന്നത്. ഇനി ഇതൊന്ന് നല്ല രീതിയിൽ വെന്തതിന് ശേഷം മാത്രമേ പഞ്ചസാര ഇടാവുള്ളൂ, അല്ലെങ്കിൽ പൈനാപ്പിൾ വേകില്ല. ഇനി ഈ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് നമ്മൾ ഇതിലേക്ക് ചേർക്കുകയാണ്. നമ്മുടെ അരപ്പൊക്കെ നല്ല രീതിയിൽ തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തേങ്ങ അരച്ചപ്പോൾ കടുക് ചേർത്തിരുന്നില്ല. കടുക് സെപ്പറേറ്റ് പൊടിച്ചു വെച്ചിരിക്കുകയാണ്. ഇത് കുറച്ച് കടുക് ഇതിലേക്ക് നമ്മൾ ചേർക്കുകയാണ്. പിന്നീട് ഇതിന്റെ പുളിക്കായിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് തൈരാണ്, കട്ട തൈരാണ്. അത് ഇൻഗ്രീഡിയൻസ് പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞിരുന്നില്ല. ഈ തൈര് ഇത് തിളച്ച് ഇത് ഓഫാക്കുന്ന സമയത്ത് ഒഴിച്ചു കൊടുത്താൽ മതി, അതിനുശേഷം തിളപ്പിക്കേണ്ട. അപ്പൊ ഇത് നല്ല രീതിയിൽ തിളച്ചിട്ടുണ്ട്. ഇത് തീ ഓഫാക്കുകയാണ്. ഇനി ഇതിലേക്ക് പുളിക്ക് ആവശ്യമായ തൈര് ഒഴിച്ചു കൊടുക്കുകയാണ്. പുളി നോക്കിയിട്ട്, അധികം പുളി വേണ്ട, ഇത് നമ്മുടെ മധുരക്കറിയാണ്. തീ ഓഫാക്കിയതിന് ശേഷം തൈര് പാകത്തിന് ഒഴിച്ചു കൊടുത്താൽ മതി. അല്പം കടുക് പൊടി നമ്മൾ ഇട്ടിട്ടുണ്ട്. കടുക് പ്രത്യേകം പൊടിച്ചതാണ്. അതല്ല തേങ്ങയുടെ കൂടെ അരയ്ക്കാമെങ്കിൽ അങ്ങനെ കുറച്ചത് ഒരുപാട് അരഞ്ഞു പോകരുത്, അതുകൊണ്ടാണ് ഇതുപോലെ പൊടിച്ചെടുത്തത്. അതിനുശേഷം ഇത് ആറിയതിന് ശേഷം മാത്രമേ നമ്മൾ മുന്തിരിങ്ങ ചേർക്കുകയുള്ളൂ. നമ്മുടെ പൈനാപ്പിൾ പച്ചടി ആറിയതിന് ശേഷം ഇതുപോലെ മുന്തിരിങ്ങ നല്ല രീതിയിൽ കഴുകിയതിന് ശേഷം അതിന്റെ വെള്ളമെല്ലാം തുടച്ചു കളഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മൾ ഇതിലേക്ക് ഇടുന്നത്. ഇതിപ്പോ നല്ല ചൂടാണ് കറി. ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് ഈ മുന്തിരിങ്ങ ഇതിന്റെ കൂടെ ഇടാം. അപ്പൊ അങ്ങനെ നല്ല പൈനാപ്പിൾ പച്ചടിയിലെ മധുരമാണ് മുന്നിൽ നിൽക്കേണ്ടത്. പുളി കുറച്ച് മതി, എരിവ് ഒട്ടും തന്നെ വേണ്ട. അതിനാണ് ഒരു എരിവില്ലാത്ത പച്ചമുളക് അരച്ചത്. നമ്മൾ ഇതിലേക്ക് ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കടുക് തളിക്കാനായിട്ട് ആവശ്യമായ കടുക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമായ വറ്റൽമുളകും കറിവേപ്പിലയും ഈ ഓഫാക്കാം. ഇങ്ങനെ നമ്മൾ ഇതിലേക്ക് ഒഴിച്ച് വെക്കുകയാണ്.
നമ്മുടെ കറി ഒരുവിധം ആറിയിട്ടുണ്ട്. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ മുന്തിരിങ്ങ കൂടി ഇതിലേക്ക് ഇടുകയാണ്. ഒരുപാട് ചൂടുള്ളപ്പോൾ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അതങ്ങ് വെന്ത് പോകും. അതിങ്ങനെ ഒരു കാണാൻ ഭംഗിക്ക് വേണ്ടി ഇടുന്നതാണ്. നല്ലൊരു പൈനാപ്പിൾ പച്ചടി കാണുന്നുണ്ടല്ലോ അല്ലേ. ഇത് കുറച്ചും കൂടി കുറുകിയിരിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ടൈറ്റായിട്ട് എടുക്കാം. പൈനാപ്പിളിന്റെ വെള്ളം പൂർണ്ണമായും പറ്റിയതിന് ശേഷം അരപ്പ് ചേർത്താൽ മതി. ഇതിപ്പോൾ അല്പം ലൂസാണ്. ഇരിക്കും തോറും ഒന്നും കൂടി ടൈറ്റ് ആയിക്കോളും. അങ്ങനെ പൈനാപ്പിൾ പച്ചടി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നന്ദി.